ഹായ്. അപ്പോൾ ഒരുപാട് ദിവസമായി മാർബിളിന്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് പ്രൊഡക്റ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എൻ്റെ കൂടെ ജുനൈദ്, ഗഫൂർ, വിഷ്ണു എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് ചോദിച്ചു നോക്കാം ഏത് മെറ്റീരിയൽ എന്ന് കാണിക്കുന്നത്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എനിക്ക് പറഞ്ഞുതരാം. വിലയും പറഞ്ഞുതരാം കേട്ടോ. അവസാനം എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. എന്തൊക്കെ വിശേഷങ്ങള്? കുറച്ച് ദിവസമായില്ലേ മാർബിളൊക്കെ കാണിച്ചെടുത്തിട്ട്? അപ്പൊ ഏത് മാർബിൾ നമ്മളൊന്ന് കാണിക്കുന്നത്? നമ്മൾക്ക് നല്ലൊരു റേറ്റ് കുറഞ്ഞ പറഞ്ഞാല് നല്ല ക്വാളിറ്റി ഉള്ള മാർബിള്, ലൈറ്റ് കളർ അല്ലേ? നമ്മളിപ്പോ മഞ്ചേരി മുട്ടിപ്പാലം ഒരു സൈറ്റിലേ നമ്മളത് വിരിച്ചിരുന്നു. ഇതിന്റെ വേറെ മോഡൽ വിരിച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ഹോം ടൂർ ചെയ്തു. അപ്പൊ അതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്ലോഡ് ചെയ്തിട്ടില്ല. ഷോർട്ട് വീഡിയോ. അപ്പൊ അത് ആ ഷോർട്ട് കണ്ടിട്ട് നമുക്ക് കുറെ കോള് വരും, ഒരുപാട് ആൾക്കാർ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏതാണ് മാർബിള്, അത് ഇനി സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അത് ഏതായാലും സ്റ്റോക്ക് ഇല്ല, കാരണം അങ്ങനെയാണല്ലോ, ഉണ്ടാവില്ല. ഒരു സൈറ്റ് കഴിഞ്ഞാല് ഡിസൈൻ കിട്ടൂലല്ലോ. പക്ഷെ അതേ മോഡലുള്ള നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് അതിന് ശേഷമല്ല. അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുക്കാം. സാവർ കാറ്റഗറി ലൈറ്റ് കളർ. എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നത്? ഏകദേശം 1000 അടുത്ത്. 950 ആ ലെവലിലൊക്കെയാണ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉള്ളത്. ഇതിന് നീളം വീതി എത്ര വരുന്നത് വിഷ്ണു? 3 അടി വീതി വരുന്നുണ്ട്. നീളം വരുന്നത് ഏകദേശം 8 അടിക്ക് അടുത്ത്. നീളത്തിലുള്ള ലൈറ്റ് കളർ അല്ലേ? ലൈറ്റ് കളർ. നമ്മൾ അന്ന് അവിടെ ചെയ്തതും ഏകദേശം ഇതേപോലെ ലൈറ്റ് കളർ തന്നെയാണ് വരുന്നത്. ഡിസൈനിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാറ്റുമ്പോ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇല്ല, ഏകദേശം പോളിഷ് ചെയ്ത കല്ല് തന്നെയാണ്, അതുകൊണ്ട് തന്നെ വ്യത്യാസം വരാനില്ല. വീഡിയോയിലൊന്നും കാണുന്നൊന്നും കാണുന്നില്ല. സാവറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു വിഷ്ണുവിനോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലെ വിഷ്ണു? എത്ര വർഷമായിപ്പോ? 15 വർഷത്തോളായി സാവറ്. എന്റെ വീട്ടിലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടുതൽ പറഞ്ഞേണ്ട ആവശ്യമില്ല. പലതരം കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ? ചില ആൾക്കാര് ഒരു മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് പ്രാമുഖ്യം കൊടുക്കും, അതേപോലെ കൂടുതൽ കാലം നിലനിൽക്കണം അല്ലെ, ബഡ്ജറ്റിലായിട്ട് കുറച്ച് കാലം നിലനിൽക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വന്നാൽ അപ്പൊ തന്നെ ചോദിക്കും പക്ക വൈറ്റ് വേണം, ഒരു തരി മിൽക്ക് വൈറ്റ് ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ട് വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം. ഇതാവുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാല് നമുക്ക് മെയിൻ്റെനൻസ് കുറയും. 2 ദിവസം തുടച്ചില്ല എന്ന് വെച്ചാൽ ഒരു അതേപോലെ തന്നെ ഉണ്ടാവും. 2 നേരം തുടച്ചാലും വൃത്തിയാവില്ല, വൃത്തികേടാവും. അതിപ്പോ ഇപ്പൊ ലാസ്റ്റ് നമ്മളിവിടുന്ന് ഈ മറ്റേ മങ്കടല്ല, മറ്റേ പന്തല്ലൂർ ഭാഗമുണ്ടല്ലോ, മുടിക്കോട് ഭാഗത്തുനിന്ന് അവിടെ ഒരു 3 ആൾ വന്നിരുന്നു. അപ്പൊ അവരിങ്ങനെ സംസാരിച്ച് നോക്കി, എല്ലാം വൈറ്റൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞ് വൈറ്റ് നമ്മള് മോർച്ചാന വൈറ്റ് ഉണ്ട്, സാധാ വൈറ്റ് ഉണ്ടല്ലോ, മോറോഡ് വൈറ്റ് ഉണ്ടല്ലോ, തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞ എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞു പക്ക വൈറ്റേക്കാരം മോർവേഡ്, തുടച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ വെള്ളത്തുണി ഇട്ട പോലെ അത് കൊണ്ടുവന്ന് വൃത്തിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എന്തായാലും മഞ്ഞ കളറാവും. മോർച്ചാനൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ബീച്ച് കളർ ആയിക്കാരം. അപ്പൊ അത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അവര് ഒരാൾ പറയണേ അത് ശരിയാണ്, മറ്റവന്റെ വീട്ടില് ആകെ വൃത്തികേടായിരിക്കണം സിറ്റ് ഔട്ട് എന്നിട്ട്. അപ്പോ അതൊക്കെ ഒരു അവർക്ക് അനുഭവിച്ചാണ് അവര്. അതുകൊണ്ട് തന്നെ അവർ അതിന് പോണില്ല, അവർ നേരെ മോർച്ചാനം വെക്കോ അല്ലെങ്കിൽ ഇതേപോലത്തെ കളേഴ്സൊക്കെ പോകുന്നുണ്ട്. അതാണ് ഓരോരുത്തരും മാറ്റം. അപ്പൊ ഇങ്ങനത്തെ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10-15 കൊല്ലം കഴിഞ്ഞാലും വിഷ്ണുവിന് പറഞ്ഞ പോലെ തന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല, ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ മെറ്റീരിയല്? നമുക്ക് 75 രൂപക്ക് നമുക്ക് കൊടുക്കാം. 75 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. ഫില്ലിങ്ങും പൊസിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഫില്ലിംഗ് കാര്യമായിട്ടില്ല, മൈന്യൂട്ടായിട്ട് നമ്മൾ കാണാത്തുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ, പറയാൻ പറ്റില്ല. ചെറിയ ഫില്ലിംഗ് ഉണ്ടാവും, കാരണം വെച്ചാല് അത്രയും വില കുറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. 75 രൂപ വരുന്നുള്ളൂ. അപ്പൊ ആരെങ്കിലും ആവശ്യമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോട്ടെ അല്ലേ? വാട്സാപ്പിൽ ഞാൻ ഇവരെ 3 പേരുടെ നമ്പർ കൊടുക്കാം, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ജുനൈദിന്റെ ഗഫൂറിന്റെ നമ്പർ 81 അല്ലേ? ജുനൈദ് 82, വിഷ്ണു 84. അപ്പൊ എല്ലാവരുടെ നമ്പറും ഞാൻ ഇതിനകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാം. ഇനി സാവറിൽ വേറെ മോഡൽസ് ഇല്ലേ? ഒരുപാട് മോഡൽ ഉണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ ശരി, നമ്മുടെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ടൗണിൽ കാവുങ്ങൽ മുണ്ടുപറമ്പ് ബൈപ്പാസിന്റെ സെൻട്രലായിട്ട് വരുന്നത്. ഗുഡ് ബൈ ഹോട്ടൽ ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് സൂര്യ ഹോട്ടലും ഉണ്ട്. നേരെ സെൻട്രലായിട്ട് വരുന്നത്. മാപ്പ് ലൊക്കേഷൻ ഒക്കെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ലൊക്കേഷൻ എല്ലാം കിട്ടും, എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ ശരി. അപ്പൊ പുതിയ വീഡിയോയിൽ കാണാം.